+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതുതായിട്ട് ഡിഗ്രിക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, എന്താണ് RC സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ RC സെൻറ്റർ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമുക്കത് ഉപകാരപ്പെടുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കാം. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷേ ഡിഗ്രി ഏതെടുക്കുമെന്ന് അറിയില്ല, ഓരോ ഡിഗ്രിയുടെയും സാധ്യതകൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ആദിൽ സാറിൻ്റെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ RC സെൻറ്ററുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. RC സെൻറ്റർ എന്ന് പറയുന്നത് റീജിയണൽ സെൻറ്റർ ആണ്. അതായത് നമ്മുടെ കേരളത്തിലെ ഇഗ്നോ യൂണിവേഴ്സിറ്റിക്ക് 3 റീജിയണൽ സെൻറ്ററുകളാണ് ഉള്ളത്. തിരുവനന്തപുരം, അതുപോലെ കൊച്ചിൻ, അതുപോലെ വടകര. 3 റീജിയണൽ സെൻറ്ററുകളാണ് ഉള്ളത്. അപ്പോൾ ഈ 3 റീജിയണൽ സെൻറ്ററുകളുടെ അണ്ടറിലാണ് ഓരോ സ്റ്റഡി സെൻറ്ററുകളും വരുന്നത്. അപ്പം നിങ്ങൾ അവിടെ ഡിഫറൻസ് മനസ്സിലാക്കേണ്ടത്, റീജിയണൽ സെൻറ്ററും സ്റ്റഡി സെൻറ്ററും ഡിഫറെൻ്റ് ആയിരിക്കും. അപൂർവം ചില സ്റ്റുഡൻസിന് രണ്ടും സെയിം ആയിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ RC സെൻറ്റർ എന്ന് പറയുന്നത് റീജിയണൽ സെൻറ്റർ ആണ്. അതുപോലെ സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്റ്റഡി സെൻറ്ററിലാണ് നിങ്ങൾക്കുള്ള PCP ക്ലാസ്സുകൾ, അതായത് എന്തെങ്കിലും നിങ്ങളുടെ സ്റ്റഡി സെൻറ്റേഴ്സ് ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയാണ്, അതായത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ എവിടെയാണോ അവിടെയാണ് നിങ്ങൾ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതും നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിലാണ്. റീജിയണൽ സെൻറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പേപ്പർ വർക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ നിങ്ങളുടെ രജിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റീജിയണൽ സെൻറ്ററുമായിട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. യൂണിവേഴ്സിറ്റിയുടെ സെയിം അധികാരങ്ങളും അതുപോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം ഉള്ളത് റീജിയണൽ സെൻറ്ററിനാണ്. അപ്പം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ നിങ്ങളുടെ RC സെൻറ്ററിനെയാണ് സമീപിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ RC സെൻറ്റർ ഏതാണെന്നുള്ളത് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ID കാർഡ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതുപോലെ രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ ഏതെങ്കിലും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും സ്റ്റഡി സെൻറ്റർ ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്റർ ഏതാണെന്നുള്ളൊരു കൺഫർമേഷൻ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴിയാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ പതിയെ പറഞ്ഞു തരാം. സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഉപകാരങ്ങൾ നമ്മൾ പതിയെ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, റീജിയണൽ സെൻറ്ററും സ്റ്റഡി സെൻറ്ററും ഡിഫറെൻ്റ് ആണ്. റീജിയണൽ സെൻറ്ററിൻ്റെ റോളല്ല സ്റ്റഡി സെൻറ്ററിനുള്ളത്. അപ്പോൾ അതിന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും ആവശ്യം വന്നാൽ, ബേസിക്കലി നിങ്ങളുടെ അക്കാദമിക് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ആവശ്യമാണ്, അസൈൻമെൻറ്റ് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററുമായിട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ പരമായിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും പേപ്പർ വർക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിനെയാണ് സമീപിക്കേണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് റീജിയണൽ സെൻറ്ററും സ്റ്റഡി സെൻറ്ററും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കേരളത്തിൽ 3 റീജിയണൽ സെൻറ്ററാണ് ഉള്ളത്. ഓരോ ജില്ലയും ഓരോ റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടറിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടറിൽ കുറച്ച് ജില്ലകൾ കൂടി ചേർന്നതാണ് ഒരു റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഉണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വടകര റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടറിലാണെങ്കിൽ കാസർഗോഡ് ഉണ്ടായിരിക്കും, കണ്ണൂർ ഉണ്ടായിരിക്കും, അതുപോലെ മലപ്പുറം, കോഴിക്കോട്, അങ്ങനെയുള്ള കുറച്ച് ജില്ലകൾ ഒരു റീജിയണൽ സെൻറ്ററിനായിരിക്കും. അതുപോലെ എറണാകുളം, അതായത് കൊച്ചിൻ റീജിയണൽ സെൻറ്ററിന് അണ്ടറിൽ തൃശ്ശൂർ, എറണാകുളം, അതുപോലെ ആലപ്പുഴ, ആ ഒരു ഏരിയ, കോട്ടയം, ആ ഒരു ഏരിയ കൊച്ചിൻ റീജിയണൽ സെൻറ്ററിന് അണ്ടറിലായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ ഡിഫറൻസും കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.